ഹായ് ഓൾ. നമ്മൾ റിയാക്ട് നേറ്റീവിൻ്റെ എപ്പിസോഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 വീക്കായി. ഞങ്ങൾ 3 വീഡിയോസ് ഇട്ടു. സോ ഇത് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എൻവിയോൺമെൻ്റ് ആണ്. എൻവിയോൺമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ ഉണ്ട്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് എന്നുള്ളത് ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും. സോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു ബ്രീഫായിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഡോക്ക് വെച്ച് വായിക്കുന്നവർക്ക് 2 രീതിയിൽ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂ ടു മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഓൾറെഡി ഫെമിലിയർ വിത്ത് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്. 2 രീതിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് പറയുന്നുണ്ട്. ഒരാൾ പുതിയതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്നത് എക്സ്പോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ്. സോ എക്സ്പോ കുറച്ചും കൂടി ഈസി ടു സ്റ്റാർട്ടാണ്. നേരെ മറിച്ച് CLI വരുമ്പോൾ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഫസ്റ്റ് എക്സ്പോ കാണിച്ചു തരാം. എക്സ്പോയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഏതാണോ പാക്കേജ് ഇൻസ്റ്റാളർ എന്ന് മാത്രം നോക്കിയാൽ മതി. NPM വെച്ചിട്ട് അല്ലാതെ യാൺ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ npx ക്രിയേറ്റ് എക്സ്പോ ആപ്പ്, പ്രൊജക്റ്റ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു എക്സ്പോ ബിൽഡിലുള്ള ടെംപ്ലേറ്റ്സ് വെച്ചിട്ട് നമുക്ക് റിയാക്ട് നേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അടുത്തത് CD awesome പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് CD യൂസ് ചെയ്യുന്നത്. ചേഞ്ച് ഡയറക്ടറി എന്നാണ് അതിൻ്റെ ആ ഒരു ഷോർട്ട് ഫോമിൻ്റെ പേര്. അതൊരു ഒരു കമാൻഡാണ് ടെർമിനലിൽ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം npx എക്സ്പോ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് npxൽ സ്റ്റാർട്ട് ചെയ്ത് വരാൻ പറ്റും ആ പ്രൊജക്റ്റ്. നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, CD desktop രണ്ടുള്ള സാമ്പിൾ എക്സ്പോ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് npx റിയാക്ട് നേറ്റീവ് ഓസം പ്രൊജക്റ്റിന് വരാം. ഒരു പേര് കൊടുക്കും, ഒരു പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. എന്താ കൊടുക്കുക, ഷിക്കാൻ. അതാണ് പ്രൊജക്റ്റ് നെയിം വരുന്നത്. ഓക്കെ, പ്രൊസീഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ക്രിയേറ്റ് എക്സ്പോ ആപ്പ് 2.1.1 ഓക്കെ അല്ലേ ചോദിക്കുന്നുണ്ട്. സോ വൈ കൊടുക്കുക. വൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രൊസീഡ് ചെയ്യും. സോ നമുക്ക് നോക്കാം. 10:30 10:31 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് എത്ര ടൈം എടുക്കുമെന്ന് നോക്കാം. സോ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. സോ ദിസ് വിൽ സ്റ്റാർട്ട് ദ ഡെവലപ്മെൻറ്റ് സെർവർ ഫോർ യു. നമുക്ക് ഒരു സെർവർ സിസ്റ്റത്തിൽ തന്നെ റൺ ചെയ്ത് വരും. അതിലാവും നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇൻസ്റ്റാൾ ദ എക്സ്പോ ഗോ ഓൺ യുവർ എക്സ്പോ ഗോ ആപ്പ് ഓൺ യുവർ iOS ഓർ ആൻഡ്രോയിഡിലാണോ iOSലാണോ ഒരു എക്സ്പോ ഗോ എന്ന് പറഞ്ഞൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കണക്ട് ടു ദ സെയിം വയർലെസ് നെറ്റ്വർക്ക് ആസ് യുവർ കമ്പ്യൂട്ടറിൻ്റെ സെയിം നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുക. ശേഷം ഓൺ ആൻഡ്രോയിഡ് യൂസ് ദ എക്സ്പോ ഗോ ആപ്പ് ടു സ്കാൻ ദ QR. ഒരു QR പ്രൊവൈഡ് ചെയ്യും. അത് നമ്മളെന്ത് ചെയ്യണം, സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് അതിലേക്ക് റൺ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. 1 മിനിറ്റിനുള്ളിൽ തന്നെ കാര്യം സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി പറയുന്നത് ടു റൺ യുവർ പ്രൊജക്റ്റ് നാവിഗേറ്റ് ഡയറക്ട്ലി ആൻഡ് റൺ വൺ ഓഫ് ദ ഫോളോയിങ് കമാൻഡ്. നമുക്ക് ഏതാ റൺ ചെയ്യേണ്ടത്, iOS റൺ ചെയ്യാം. സോ iOS ഇവിടെ ഉണ്ടായിരുന്നല്ലോ, സിമുലേറ്റർ. പിള്ളിത്തരമേ നീ പിള്ളിക്കുടമാഞ്ഞേ. സോ മാക്സിമം സ്റ്റാർട്ട് ചെയ്യുന്നവർ, ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. സ്റ്റാർട്ട് ചെയ്യുന്നവരെപ്പോഴും ടൈപ്പ് ചെയ്തിട്ട് തന്നെ ഇതിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്കുക. സോ ടൈപ്പ് ചെയ്താൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലിരിക്കും. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 to 7 months ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു ഫ്ലോയിലെത്തും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ മനസ്സിലതിരിക്കും. ഒരു എറർ വന്നിട്ടുണ്ട്, ഞാനത് നോക്കട്ടെ.
യൂസർ പാക്കേജ് JSON ഓക്കെ. CD iOS. ഇങ്ങനെ കുറച്ച് ഡെപ്രീഷിയേറ്റഡ് വാർണിംഗ് വരും, മൈൻഡ് ആക്കണ്ട. ഇറ്റ്സ് ലൈക്ക് ആവശ്യമില്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. സോ നമ്മൾ iPhone 15 നമ്മുടെ ഷീക്കാൻ എന്ന് പറഞ്ഞ ആപ്പ് ലൈക്ക് ബിൽഡായിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഡായിക്കഴിഞ്ഞാൽ ഇതിൽ വരും എക്സ്പോ ഗോയിൽ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ QR ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ QR നമുക്ക് മൊബൈൽ ആപ്പിൽ സ്കാൻ ചെയ്യാനും പറ്റും. എക്സ്പോ ഗോ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. സോ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കി ചെറിയ ചെറിയ വീഡിയോസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ഒരു 10 minutes ആണ് മാക്സിമം ടൈം ലാപ്സ് വെച്ചുള്ളത്. ലൈക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നത് ഒരു കണ്ടൻറ്റിൽ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഓരോന്ന് വെച്ചാൽ നമുക്ക് പഠിച്ച് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഡോക്യുമെൻറ്റിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. മോഡിഫൈങ് യുവർ ആപ്പ് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യാന്ന് പറയുന്നുണ്ട്. നൗ ദാറ്റ് യു ഹാവ് സക്സസ്ഫുള്ളി റൺ ദ ആപ്പ്, ലെറ്റ്സ് മോഡിഫൈ ഇറ്റ്. ഓപ്പൺ app.js ഫയൽ ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട്. സോ അതിൽ നമുക്കൊരു ഹലോ വേൾഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യുന്നു. ഗുഡ് ബൈ.